ഡേയ്സ് നമ്മൾ ടെലിഫോൺ കോൺവെർസേഷൻ എന്നുള്ളൊരു പോയം. ഈ ഒരു പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് ലണ്ടനിലാണ്. ഓക്കെ, ഒരു ആഫ്രിക്കൻ വംശജൻ ലണ്ടനിലേക്ക്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ വംശജൻ ലണ്ടനിലേക്ക് പോവുകയും അവിടെ ഒരു റൂം അന്വേഷിക്കുകയാണ്. ഇത് ശരിക്ക് ഒരു വൈറ്റ് ലാൻഡ് ലേഡിയോട് ഒരു റൂം അന്വേഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെലിഫോൺ കോൺവെർസേഷൻ നടക്കുന്നത് ബ്രിട്ടീഷ് ലാൻഡ് ലേഡിയും ബ്ലാക്ക് ആഫ്രിക്കൻ മാനും തമ്മിലാണ്. സോ ഇറ്റ്സ് എ പോയം ബൈ ആഫ്രിക്കൻ പോയറ്റ് വോൾ സോയിങ്ക. ഓക്കെ, അത് എഴുതിയിട്ടുള്ളത് വോൾ സോയിങ്ക എന്ന് പറയുന്ന ഒരു പോയറ്റാണ്. ഓക്കെ, അതൊരു മെയിൽ ഓതറാണ് കേട്ടോ. അപ്പം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഈസ് ദ മെയിൻ തീം. അപ്പം ഇതിൽ വർണ്ണവിവേചനമാണ് ഇതിലെ മെയിൻ തീം എന്ന്. ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്. അതുപോലെ ഡിസ്ക്രൈബ്സ് ഇൻഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് ബ്ലാക്ക് പീപ്പിൾ ഇൻ സൊസൈറ്റി. അതായത് ബ്ലാക്ക് പീപ്പിളിനെ വളരെ മനുഷ്യത്വരഹിതമായിട്ട് അവരോട് പെരുമാറുന്ന ഒരു അവസ്ഥാവിശേഷത്തെ ക്രിട്ടിസൈസ് ചെയ്യാണ്, വിമർശിക്കുകയാണ് വോൾ സോയിങ്ക എന്ന് പറയുന്ന വ്യക്തി. കോൺവെർസേഷൻ ബിറ്റ്വീൻ വൈറ്റ് ബ്രിട്ടീഷ് ലാൻഡ് ലേഡി ആൻഡ് ബ്ലാക്ക് ആഫ്രിക്കൻ മാൻ. ഓക്കെ, കോൺവെർസേഷൻ നടക്കുന്നത് ഈ രണ്ടാൾ തമ്മിലാണ്. അവരുടെ പേര് പറയുന്നില്ല. ഓക്കെ, ദ ആഫ്രിക്കൻ അമേരിക്കൻ മാൻ ഈസ് ഇൻ സെർച്ച് ഓഫ് എ റൂം ഫോർ റെൻറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി, ആഫ്രിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പോയി, നൈജീരിയയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ടെമ്പററി അക്കോമഡേഷന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ട്, ആഡ്സ് കണ്ടിട്ട്, പത്രങ്ങളിൽ ആഡ്സ് കണ്ടിട്ട് അദ്ദേഹം പോവാണ്. അങ്ങനെ പോവുകയും അദ്ദേഹം സെർച്ച് ചെയ്ത് ഒരു നമ്പർ കണ്ടിട്ട് വിളിച്ചു നോക്കുകയാണ്. അറ്റ് ഫസ്റ്റ് ദ കോൺവെർസേഷൻ ഈസ് ഫോർമൽ ആൻഡ് നോർമൽ. ഓക്കെ, ആദ്യം ഒക്കെ നല്ല രീതിയിൽ സംസാരിച്ചു. അതായത് ഈ ബ്രിട്ടീഷ് ലാൻഡ് ലേഡി ഹലോ ആരാണ് എന്ന് പറഞ്ഞു, പേര് പറഞ്ഞു. പിന്നെയാണ് അവർക്ക് അറിയാൻ കഴിഞ്ഞത് ഇതൊരു ബ്ലാക്ക് വംശജനാണെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ അബ്നോർമലായിട്ടും ഇൻഫോർമലായിട്ടും സംസാരിക്കുകയാണ്. ബട്ട് വെൻ ഹി സേസ് ഹീസ് ആഫ്രിക്കൻ ദ ടോൺ ചേഞ്ചസ്. ഓക്കെ, ആഫ്രിക്കൻ ആണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ടോണ് എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ് ലാൻഡ് ലേഡി. ദ ലാൻഡ് ലേഡി ഓക്വേർഡ്ലി ആസ്ക്സ്. അതായത് വളരെ വിചിത്രമായിട്ട് ചോദിക്കുകയാണ്, ഹൗ ഡാർക്ക്, നിങ്ങൾ എത്ര ഡാർക്ക് ഉണ്ട്, നല്ല ഡാർക്കാണോ, ആർ യു വെരി ലൈറ്റ് ഓർ വെരി ഡാർക്ക് എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല ആർക്ക്, നമ്മുടെ ഈ ആഫ്രിക്കൻ വംശജന്. ദ മാൻ വാസ് ഷോക്ക്ഡ് ബൈ ഹെർ റേസിസം. അതായത് ഇയാൾക്ക് ഭയങ്കര ഒരു ഷോക്ക് തോന്നി. ഓക്കെ, റേസിസം അതായത് വർണ്ണം വിവേചനം നമ്മുടെ മേലിൽ പിന്നെ സ്ഥാപിക്കുക എന്നുള്ള രീതിയിൽ. ഡിസ്ക്രൈബ് മീൻസ് ബോഡി പാർട്സ് ഇൻ ഷെയ്ഡ്സ് ലൈക്ക് പെറോക്സൈഡ് ബ്ലോണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ലൈനാണ് ഈ 4 ലൈൻസ് എന്ന് പറഞ്ഞത്. സോ അദ്ദേഹം പറയാണ്, ഞാൻ എന്താണ് പിന്നെ വളരെ കളിയാക്കിക്കൊണ്ട് പറയാണ്, എൻ്റെ ശരീരത്തിലെ പിന്നെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്തമാണ് എന്ന് പറയാണ്. അതായത് ഹി റിപ്ലൈസ് ദാറ്റ് സോൾസ് ഓഫ് ഹിസ് ഫീറ്റ് ആൻഡ് പാംസ് ഓഫ് ഹിസ് ഹാൻഡ് ആർ വൈറ്റ്. അതായത് ഫേസ് ചിലപ്പം എന്തായിരിക്കും, ഫേസ് ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും, പക്ഷേ എൻ്റെ സോൾസ് ഓഫ് ഹിസ് ഫീറ്റ് അല്ലെ, ഫീറ്റിൻ്റെ ആ ഒരു ഭാഗം എന്തുണ്ട്, വൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൈയുടെ ആ ഒരു പാംസ്, ഓക്കെ, കൈയുടെ പുറം എന്ന് പറയുന്നത് അത് വൈറ്റ് ആണെന്ന് പറയാണ്. സോ അങ്ങനെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സ് എന്ത് കളറുകളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അങ്ങോട്ടും എന്ത് ചെയ്യാണ്, മോക്ക് ചെയ്തിട്ട് അങ്ങോട്ടും പരിഹസിച്ച് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പെറോക്സൈഡ് ബ്ലോണ്ട് എന്ന് അർത്ഥമാക്കുന്നത് ലൈറ്റ് യെല്ലോ കളറാണ് എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കളർ ലൈറ്റ് യെല്ലോ ആണ്. ബ്രൂണറ്റ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറാണ്. ഓക്കെ, ബ്രൂണറ്റ്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്. റേവൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കാക്കയെ പോലെ കറുപ്പാണ് എന്നുള്ളത്. ഓക്കെ, റേവൻ ബ്ലാക്ക്. ആൻഡ് വെസ്റ്റ് ആഫ്രിക്കൻ സെപ്പിയ എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ ആണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ എന്നൊക്കെ പറയാണ്. സോ പാസ്പോർട്ടിൽ കളർ രേഖപ്പെടുത്തിയിരുന്ന മോക്കിംഗ് ആയിട്ട് അവർ അങ്ങോട്ട് പ്രതികരിക്കുകയാണ്, റിറ്റാലിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു നോട്ട് ചെയ്യുക. പെറോക്സൈഡ് ബ്രൗണറ്റ്, റേവൻ ബ്ലാക്ക്, വെസ്റ്റ് ആഫ്രിക്കൻ സെപ്പിയ. ഓക്കെ, ഹി ഓൾസോ റിപ്ലൈസ് ദാറ്റ് ദ സോൾസ് ഓഫ് ഹിസ് ഫീറ്റ് ആൻഡ് പാംസ് ഓഫ് ഹിസ് ഹാൻഡ് ആർ വൈറ്റ്. നമ്മൾ പറഞ്ഞു. ലിപ്സ്റ്റിക് കോട്ടഡ് ലോങ് ഗോൾഡ് റോൾഡ് സിഗരറ്റ് ഹോൾഡർ. ഓക്കെ, സിഗരറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് സിഗരറ്റ് ഹോൾഡർ എന്ന് പറയുന്നത് ഒരു ആധിപത്യത്തിൻ്റെ സിമ്പിളായിരുന്നു, ഡോമിനേഷൻ്റെ സിമ്പിളായിരുന്നു. അതുപോലെ ലിപ്സ്റ്റിക് കോട്ടഡ് ഒക്കെ ഉദ്ദേശിച്ചത് ആ ഒരു വൈറ്റ് ലാൻഡ് ലേഡിയാണ്. പൈപ്പ് ഷോക്കേസ് ഇസ് ദ ഹയർ സോഷ്യൽ ക്ലാസ്സസ് ഓഫ് ലേഡി. ഓക്കെ, സോഷ്യൽ ക്ലാസ് ഓഫ് ലേഡി എന്നുള്ളതാണ്. ദെൻ ദ സ്റ്റെഞ്ച് വാസ് കമ്മിങ് ഔട്ട് ഫ്രം ഹർ ഡിസെപ്റ്റീവ് വേർഡ്സ്. ഓക്കെ, അവളുടെ ആ ഡിസെപ്റ്റീവ് വേർഡ്സിൽ നിന്നും, വഞ്ചിക്കുന്ന ആ വേർഡ്സിൽ നിന്നും വരുന്നത് സ്റ്റെഞ്ച് ആയിരുന്നു, ബാഡ് സ്മെല്ലായിരുന്നു. ആഫ്രിക്കൻ മാൻ മോക്കിംഗ്ലി ആസ്ക്സ് ഹർ ഇഫ് ഷീ വുഡ് ലൈക്ക് ഹിം ടു കമ്പയർ ഹിംസെൽഫ് വിത്ത് ചോക്ലേറ്റ്. ഓക്കെ, ആഫ്രിക്കൻ മാൻ എന്ത് ചെയ്യാണ്, മോക്കിംഗ്ലി ആസ്ക്സ്, അവർ വളരെ പരിഹാസത്തോടു കൂടി ചോദിക്കുന്നു, എന്താണ്, എന്നെ ഒബ്ജക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യണോ,
ഓക്കെ, ചോക്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യണോ, ഡാർക്ക് ലൈറ്റ് ചോക്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. ഷി വാസ് സ്പെക്ട്രോസ്കോപ്പിക്. അവർ ഓരോ ഡീറ്റെയിലും ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. ഓക്കെ, ആര്, ഈ ബ്രിട്ടീഷ് ലാൻഡ് ലേഡി. ഇൻസെൻസിറ്റിവിറ്റി ഓഫ് ദ ലേഡി കമ്പൽസ് ദ മാൻ ടു ബ്രേക്ക് എന്നാണ് കേട്ടോ, ബ്രീൽ എന്നാണ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ബ്രേക്ക് ദ കോഡ്സ് ഓഫ് ഫോർമാലിറ്റി. അപ്പം അങ്ങനെ ഇദ്ദേഹവും ഇൻഫോർമലായിട്ട് സംസാരിക്കുകയാണ്. ആദ്യം ഇയാളും ഫോർമലായി സംസാരിച്ചു, അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ടും സംസാരിക്കുകയാണ്. ഹി നോസ് ദാറ്റ് ബ്ലാക്ക് ലേഡി വിൽ നെവർ ബി കൺവിൻസ്ഡ്. അയാൾക്ക് മനസ്സിലായി ഇവളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഈ ബ്രിട്ടീഷ് ലാൻഡ് ലേഡിയാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഹി സ്ലാം ഡൗൺ ദ ഫോൺ. ഫോൺ വെക്കുന്നതിന് മുന്നേ ആസ്കിങ് ടു കം ഡയറക്ട്ലി. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കൂ, ഞാൻ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോക്കിംഗ് ആയിട്ട് ഓക്കെ ഇദ്ദേഹം ഈ ഒരു കോള് കട്ടാക്കുകയാണ്.